തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി. പ്രിയ ഭാഗ്യവചനധാര ശ്രോതാക്കൾക്ക് എൻ്റെ സ്നേഹവന്ദനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവൻ ഉപവസിക്കുമ്പോൾ മനുഷ്യൻ കാണേണ്ടതിന് വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവ് കാണേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഇവിടെ യേശു പഠിപ്പിക്കുന്നത് ഉപവാസം എന്നത് മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു പ്രകടനമല്ല. ദൈവത്തോടുള്ള ഭക്തി പ്രകടിപ്പിക്കുവാൻ മുഖം ദയനീയമായി വെക്കരുത് എന്നാണ്. തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക എന്ന് പറഞ്ഞാൽ ഉപവസിക്കുന്ന സമയത്തും ഒരു വ്യക്തി ഉന്മേഷവാനായിരിക്കണം. മുഖം കഴുകി വൃത്തിയായി പ്രസന്നതയോടെ ഇരിക്കണം. നമ്മുടെ ഉപവാസം രഹസ്യമായിരിക്കണം, എന്നാൽ അതിൻ്റെ ദൈവാനുഗ്രഹം പരസ്യമായി ലഭിക്കും. പഴയ നിയമത്തിലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിൽ ശരിയായ ഉപവാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെയോ ഉദിക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. ഒരാൾ ദൈവത്തിന് പ്രീതിയുള്ള ഉപവാസം, അതായത് മറ്റുള്ളവരെ സഹായിക്കുന്നതും പാവപ്പെട്ടവരോട് കരുണ കാണിക്കുന്നതും എടുക്കുമ്പോൾ അയാളുടെ ജീവിതത്തിലും മുഖത്തും ദൈവീയ പ്രകാശം താനേ വന്നു ചേരും. ഉപവാസം എന്നത് ശരീരത്തെ പ്രകടിപ്പിക്കലല്ല, മറിച്ച് ആത്മാവിനെ ദൈവത്തോട് അടുപ്പിക്കലാണ്. അതുകൊണ്ട് ഉപവസിക്കുന്നവൻ നിരാശനായല്ല, മറിച്ച് ദൈവകൃപയാൽ പ്രസന്നമായ മുഖത്തോടെയും സന്തോഷത്തോടെയും വേണം കാണപ്പെടാൻ. ഇസ്രായേൽ ജനതയ്ക്കായി 10 കൽപ്പനകൾ സ്വീകരിക്കാൻ മോശ സീനായ് പർവ്വതത്തിൽ 40 രാവും 40 പോലും ദൈവത്തോടൊപ്പം ചെലവഴിച്ചു. അവിടെ വെച്ച് മോശ ദൈവത്തോട് മുഖാമുഖം സംസാരിക്കുകയായിരുന്നു. മോശ പർവ്വതത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ തൻ്റെ മുഖം പ്രകാശിക്കുന്നത് അവൻ അറിഞ്ഞിരുന്നില്ല. ദൈവത്തോടുള്ള നിരന്തരമായ സംസർഗം അവൻ്റെ മുഖത്തൊരു ദിവ്യ പ്രകാശം നൽകി. മോശയുടെ മുഖത്തെ ആ തേജസ് കണ്ടപ്പോൾ അഹ്റോനും ഇസ്രായേൽ മക്കളും അവനെ സമീപിക്കാൻ ഭയപ്പെട്ടു. അത്രത്തോളം ശക്തമായിരുന്നു ആ വെളിച്ചം. ജനങ്ങളോട് സംസാരിക്കുമ്പോൾ മോശ തൻ്റെ മുഖത്തൊരു മൂടുപട വിട്ടു. എന്നാൽ അവൻ ദൈവത്തോട് സംസാരിക്കാൻ തിരുസന്നിധിയിൽ അഥവാ കൂടാരത്തിൽ പോകുമ്പോൾ ആ മൂടുപടം നീക്കുമായിരുന്നു. നാം ദൈവത്തോട് എത്രത്തോളം സമയം ചെലവഴിക്കുന്നു അത് നമ്മുടെ പെരുമാറ്റത്തിലും ഭാവത്തിലും പ്രകടമാകും. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ മുഖത്ത് ലോകത്തിന് നൽകാൻ കഴിയാത്ത ഒരു സമാധാനവും പ്രകാശവും ഉണ്ടാവും. അത് നമ്മുടെ മുഖത്തും വിരിയാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.